അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്ഫിറത്ത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹില്ലി 4-ാം വാല്യം 52-ാം പേജ്. വയഹറുമു ഇഹ്ദാദ് നിർബന്ധമായവർക്ക്, അഥവാ വഫാത്തിൻ്റെ ഇരിക്കുന്ന പെണ്ണിനിക്ക് ഇഹ്ദാദ് നിർബന്ധമല്ലോ, ആ സമയത്ത് ഹറാമാണ് ഹുലിയു ദഹബിൻ ഫിദ്ദത്തിൻ, സ്വർണത്തിൻ്റെയും വെള്ളിൻ്റെയും ആഭരണങ്ങൾ. ഇത് ഹറാമാൻ തെളിവെന്താ? ഈ ഹദീസി അൽ മുതവഫ അൻഹാ സൗജുഹ ലാ തൽബസുൽ മുഅസ്ഫറ മിന സിയാബി വലൽ മുംഷക്കത്ത വലൽ ഹലിയ വലാ തഖ്തളിബ വലാ തഖ്തഹില എന്ന ഹദീസാണ് ഈ തെളിവ്. അൽ മുതവഫ അൻഹാ സൗജുഹ, അവളുടെ ഭർത്താവിന് അടുത്തിട്ട് വഫാത്താക്കപ്പെട്ടു. അങ്ങനത്തെ പെണ്ണാകുന്നത് ലാ തൽബസു, അവൾ ധരിക്കാൻ പാടില്ല യുദ്ധ ടൈമിൽ അൽ മുഅസ്ഫറ, മഞ്ഞച്ചായ മുക്കപ്പെട്ട വസ്തുക്കളെ, മെസ്സിയാവി വസ്ത്രങ്ങളിൽ നിന്ന് ഉസ്ഫൂർ കളർ മുക്കപ്പെട്ടതിനെ. വലൽ മുംഷക്കത്ത, മുംഷക്കത്തിനെയും അഥവാ കാവിക്കളർ കൊടുക്കപ്പെട്ടെ, കാവി മണ്ണിൻ്റെ കളർ കൊടുക്കപ്പെട്ട വസ്ത്രം ധരിക്കപ്പെടാൻ പാടില്ല. വലൽ ഹുലിയ, ആഭരണത്തിന് അവൾ ധരിക്കരുത്. വലാ തഖ്തളിബ, അവൾ ചായം കൊടുക്കുകയും ചെയ്യരുത്, മൊയിലാഞ്ചി പോലത്തെ കൊണ്ടൊക്കെ. വലാ തഖ്തഹില, അവൾ സുർമ ധരിക്കുകയും ചെയ്യരുത് എന്ന ഹദീസിന് വേണ്ടി ആണ് ആഭരണം ഹറാമാവെന്ന് പറയാൻ കാരണം. റവാഹു അബൂ ദാവൂദ വൻ നസായി ബി ഇസ്നാദിൻ ഹസനിൻ, ഈ ഹദീസിന് ഹസനായ സനദോടുകൂടി അബൂ ദാവൂദ്, നസായി റളിയല്ലാഹു അൻഹുമാ റിവായത്ത് ചെയ്തിട്ടുണ്ട്. വൽ മുംഷക്കത്തു, ഈ ഹദീസ് പറഞ്ഞല്ലോ വലൽ മുംഷക്കത്താണ്. ഈ മുംഷക്കത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അൽ മസ്ബൂഹത്തു ബിൽ മിഷ്കി, കാവിമണ്ണ് കളർ കൊണ്ട് ചായമൊക്കപ്പെട്ടു എന്നാണ്. ഗസൽ മീമിന് ഗസൽ കൊണ്ട് മിഷ്ക് എന്നാണ് വായിക്കുക. വഹിയ, ഈ മിഷ്ക് എന്ന് പറഞ്ഞാൽ അൽ മഹറത്തു, മഹറത്ത് എന്നാണ്. മഹറത്ത് പറഞ്ഞാൽ ചെമ്മണ്ണ്, കാവിമണ്ണിൻ്റെ ഒക്കെ കളറിലതിനെ പറയാം. ബി ഫത്തീഹ, മീമിന് ഫത്ത് കൊണ്ടുള്ള മഹറത്ത്. യൊക്കാലു പറയപ്പെടാറുണ്ട് തീനുൻ നഹ്മറു യുഷ്ബിഹ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഈ മഹറത്ത് എന്ന് പറഞ്ഞാൽ അത് ചുവന്ന ചളിയാണെന്ന്. അങ്ങനത്തെ ചുവന്ന മണി യുഷ്ബിഹ, ഈ കാവി കളറിനോട് തുല്യമാകുന്നത്, കാവി കളറിനോട് തുല്യമായ. അപ്പം ഹദീസിനെ ലഫ്ദ് തിരിച്ചാണ്. അപ്പോൾ യസ്തവി ഫിൽ ഹുലി, അപ്പം ഇവിടെ സ്വർണത്തിൻ്റെയും വെള്ളിൻ്റെയും ആഭരണം ഹറാമ് എന്ന് പറഞ്ഞല്ലോ. ആ ഹറാമ് എന്ന ആയ ആഭരണത്തിൻ്റെ വിഷയത്തിൽ സൗമാണ് അൽ ഹൽഹാലു, തണ്ട അഥവാ കാലിൽ ധരിക്കുന്നത്, പസിവാറു വള കൈമൽ ധരിക്കുന്നത്, വൽ ഖാത്തമു മോതിരം അഥവാ വിരലിൽ ധരിക്കുന്നത്, വഗൈറുഹ ഇതല്ലാത്ത കാതിലും മൂക്കിലും ഇടയ്ക്ക് ധരിക്കുന്നുണ്ട്. അതൊക്കെ ലീത്തുലാക്കിൽ ഹദീസി, കാരണം ഹദീസിൽ കൈത് കൊടുത്തിട്ടില്ല, ഹദീസിൽ ആഭരണം എന്നല്ലേ പറഞ്ഞു. ഇപ്പോൾ ആഭരണമായിട്ട് എണ്ണപ്പെടുന്ന ഏതുണ്ടോ അതൊന്നും പറ്റില്ല എന്നാ ഇപ്പോൾ ഒക്കെ ഹറാമാണ്. അക്കാൽ ഇമാമു അൽ ഖസാലിയു, ഇമാമുൽ ഹറമീനിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകുന്ന ഖസാലി ഇമാമും പറഞ്ഞു യജൂസുലഹ, ഭർത്താവ് വഫാത്തായി ഇദ്ദിരിക്കുന്ന പെണ്ണിനിക്ക് ജായിസാണ് അത്തഹത്തും ബി ഖാത്തമിൽ ഫിദ്ദത്തി, വെള്ളിമോതിരം കൊണ്ട് മോതിരം ധരിക്കൽ ജായിസാണെന്ന്. കറജിരി, പുരുഷനിക്ക് വെള്ളിമോതിരം ജായിസാണല്ലോ എന്ന മാതിരി വഫാത്തിൻ്റെ ഇദ്ദിരിക്കുന്ന പെണ്ണിനും വെള്ളിമോതിരം ജായിസാണെന്ന്. വൈന്നമായി ഹെറുമു അലിയ, ഇമാമുൽ ഹറമീനിയും ഖസാലിയും പറയാണ് വഫാത്തിൻ്റെ ഇദ്ദിരിക്കുന്ന പെണ്ണിക്ക് ഹറാമായതാകുന്നത് ഒരു ആഭരണം മാത്രമാണ്. എങ്ങനത്തെ ആഭരണം? തഖ്തസുന്നിസാവ് ബി ഹില്ലിഹി, ആ ആഭരണം അനുവദനീയമാകലുകൊണ്ട് പെണ്ണുങ്ങൾ പ്രത്യേകമാവും, പെണ്ണുങ്ങൾക്ക് മാത്രമേ ആഭരണം ഹലാലാവുള്ളൂ. അങ്ങനത്തെ മാത്രമേ ഇദ്ദിരിക്കുന്ന സമയത്ത് പറ്റാത്തുള്ളൂ. വെള്ളിമോതിരം അങ്ങനെ അല്ലല്ലോ, അത് ആണുങ്ങൾക്കും ഹലാലായതല്ലേ, അതുകൊണ്ട് അത് ഇവൾക്ക് പറ്റുമെന്ന് രണ്ടുപേരും പറഞ്ഞു. വക്കഥ, ഈ സ്വർണ്ണവെള്ളിൻ്റെ ആഭരണം ഹറാമാകുന്ന പോലെ യഹ്റുമു, വഫാത്തിന് ഇദ്ദിരിക്കുന്ന പെണ്ണിനിക്ക് ഹറാമാകും ലുഉലുൻ, മുത്ത് ഹറാമാകും. ഇല്ല സഹി അസഹ് പ്രകാരം. ഇൻ തറദ്ദുൽ ഇമാമി, ഇമാമുൽ ഹറമൈൻ്റെ തറദ്ദുദിൽ നിന്നുള്ളതായ അസഹ്, ഇപ്പോൾ അടയാട്ടം വരുന്നുണ്ട്, പറ്റുമോ പറ്റില്ല, അതിൽ ബലപ്പെട്ടത് ഹറാമെന്നാണ്. അപ്പോൾ ജസമ ബിഹിൽ ഖസാലിയു, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകുന്ന ഖസാലി ഇമാമ് ലുഉലു ഹറാമാണെന്നുകൊണ്ട് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ മുത്ത് ഹറാമാകാൻ കാരണം? ലുഹൂരി സീനത്തി ഫിഹി, ലുഉലുവിൻ്റെ അകത്ത് അലങ്കാരം പ്രത്യക്ഷമായതിനു വേണ്ടി. പസാനി, എന്നാൽ അസ്ഹലിൻ്റെ മുക്കാബിലയാകുന്നത് ലാ യഹ്റുമു, മുത്ത് ഹറാമില്ല എന്നാണ്. അതെന്താ മുത്ത് ഹറാമില്ല എന്ന് പറയാൻ കാരണം? ലിയന്നഹു ലൈസ കദ്ദഹബി,
ഈ മുത്ത് എന്നുള്ളത് സ്വർണത്തിനെ പോലുള്ളതല്ലല്ലോ, അങ്ങനെ ഒരു അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. ആ എല്ലാവർക്കും തിരിഞ്ഞോളൊന്നുമില്ല. ഒരു അലങ്കാരമുള്ള ഒരു സ്റ്റൈലുള്ള അതൊക്കെ സ്വർണത്തിൻ്റെ ഇതിന് മേലേക്കും തിരിയില്ല. തന്നെയുമല്ല വല എഹ്റുമല റജി, ഈ മുത്ത് എന്നുള്ളത് പുരുഷന്മാർക്ക് ഹറാമില്ലല്ലോ, അതുകൊണ്ട് അത് പറ്റും എന്നാണ് സാനി. കാല റുയ്യാനിമാൻ പറഞ്ഞു, വലു തഹല്ലത്ത്, ഇനി ഒരു പെണ്ണ് അഥവാ ഈ വഫാത്തിൻ്റെ എത്തിരിക്കുന്ന പെണ്ണ് ആഭരണം ധരിക്കുകയാണെങ്കിൽ ബി നുഹാസിൻ, ചെമ്പ്, ഓട് തുടങ്ങി ധരിക്കുന്ന ലോഹം കൊണ്ട് ആഭരണം ധരിച്ചാൽ, ഔർ അസാസിൻ, അല്ലെങ്കിൽ ഈയം കൊണ്ട്, അങ്ങനത്തെ ഈയോ ചെമ്പോ ഒക്കെയാണ് മുമവഹിൻ, പൂശപ്പെട്ടത്. എന്തുകൊണ്ട് പൂശപ്പെട്ടു? ബിദഹബിൻ ഔ ഫിദ്ദത്തിൻ ഔ ഷാബി, ഒന്നുകിൽ സ്വർണം കൊണ്ട് പൂശപ്പെട്ടു, അല്ലെ വെള്ളി കൊണ്ട് പൂശപ്പെട്ടു, അല്ലെ സ്വർണ്ണ വെള്ളിനോട് തുല്യമായ മറ്റെന്തെങ്കിലും സാധനം കൊണ്ട് പൂശപ്പെട്ടു. അങ്ങനെയുള്ളതായിരിക്കുന്ന ചെമ്പിൻ്റെയോ ഓടിൻ്റെയോ ഈയത്തിൻ്റെയോ ഒക്കെ ആഭരണം ഒരു പെണ്ണ് ധരിച്ചു. ബിഹൈസു, ഒരു സ്ഥിതി കൊണ്ട് പൂശപ്പെട്ടിരിക്കണം. അങ്ങനത്തെ സ്ഥിതിയാണ് ലാ യൂറഫു, അത് ചെമ്പാണ്, ഈയമാണ്, ഓടാണെന്നുള്ള കാര്യം അറിയപ്പെടില്ല. എല്ലാ ഭാഗത്താമൂലി നല്ലോണം ചിന്തിച്ചെങ്കിലേ തിരിയുള്ളൂ. പെട്ടെന്നത് സ്വർണ്ണമായിട്ടും വെള്ളിയായിട്ടും ഒക്കെയാണ് തോന്നുന്നത്, അത്രയും പൂശുണ്ട് എങ്കിൽ ലം യജുസ്, അത് വഫാത്തിൻ്റെ എത്തിരിക്കുന്ന പെണ്ണിൻ്റെക്ക് ജായിസല്ല. വൈല്ലാനി, അങ്ങനല്ല നല്ലോണം ചിന്തിക്കണം എന്നൊന്നുമില്ല. ആ തിരിയണമെങ്കിൽ അത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇത് പൂശപ്പെട്ടതാണ്, ഒറിജിനൽ സ്വർണ്ണവും വെള്ളിയൊന്നും അല്ലാന്ന് ബോധ്യപ്പെടും. ആ നിലക്കുള്ളൊരു നേരിയ പൂശലേ ഉള്ളൂ എങ്കിൽ അപ്പോൾ അവിടെ നോക്കണം. ഫൈൻകാനത്ത്, ഈ ധരിച്ച പെണ്ണാണെങ്കിൽ മിൻ ഖൗമിൻ, ഒരു വിഭാഗം ജനങ്ങളിൽ പെട്ടതാണെങ്കിൽ. അങ്ങനത്തെ ജനങ്ങളാണ് യതസയ്യനൂന, അവർ ഭംഗിയാവാറുണ്ട് മിസ്ലിഹി, ഇങ്ങനത്തെ പൂശപ്പെട്ടതായിരിക്കുന്ന ചെമ്പ്, ഈയത്തിൻ്റെ ഒക്കെ ആഭരണങ്ങളെ കൊണ്ട്. അങ്ങനത്തെ വിഭാഗമാണെങ്കിൽ ലം യജുസ്, അവർക്ക് ജായിസല്ല. അയ്യുള്ള നല്ലോണം ചിന്തിച്ചെങ്കിലേ പൂശാൻ തിരിയുള്ളൂ, അല്ലെങ്കിൽ സ്വർണ്ണം പുള്ളിയായിട്ടൊക്കെയാണ് തോന്നി, അങ്ങനത്തെ ജായിസല്ലാത്ത മാതിരി ഇവൾക്കും ജായിസല്ല. ഔ യസ്തമിലൂനഹു, അതല്ല ഇങ്ങനത്തെ ഈ പൂശപ്പെട്ട, കൂടുതൽ ഒരു സ്വർണ്ണ വെള്ളിൻ്റെ പൂശമൊന്നുമില്ല, പേരിനൊരു പൂശമുള്ളൂ, അങ്ങനെ പൂശപ്പെട്ട ഈ ചെമ്പ്, ഓട്, ഈയം, ഈ ആഭരണങ്ങളൊക്കെ ആ കൗമ ധരിക്കുന്നത് ലി മംഫഅത്തിൻ, എന്തോ ഒരു ഉപകാരത്തിന് വേണ്ടിയാണ്. അങ്ങനത്തെ ഉപകാരം യതവഹമൂനഹ, ആ ഉപകാരത്തിനെ അവർ ഊഹിക്കുന്നുണ്ട്. ഫീഹി, ഈ ആഭരണത്തിൽ. ഇങ്ങനത്തെ വസ്ത്രം ഇത് ധരിച്ചാൽ കണ്ണേറ് പറ്റൂല, അല്ലെങ്കിൽ പിശാചബാധ ഉണ്ടാവില്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധരിക്കുന്നതാണെങ്കിൽ ജാസ, അത് ജായിസുമാണ്. കാരണം അവിടെ അലങ്കാരം ഉണ്ടാകുന്നില്ലല്ലോ. വയഹ്റുമു, വഫാത്തിൻ്റെ ഇദ്ദിരിക്കുന്ന പെണ്ണിനിക്ക് ഹറാമാണ് തീബുൻ, സുഗന്ധം. എവിടെയാണ് ഹറാമ്? ഫീ ബദനിൻ വസോബിൻ, ശരീരത്തിലും ഡ്രസ്സിലുമൊക്കെ സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണ്. ഈ ഹദീസ് ഉമ്മി അത്തിയത്തിന് സ്ഥാപിക്കി, ഉമ്മി അത്തിയ ബീവിയുടെ ഹദീസുള്ളതിന് വേണ്ടി. അങ്ങനത്തെ ഹദീസെല്ലാം സ്ഥാപിക്ക് കഴിഞ്ഞ പേജ് കഴിഞ്ഞു പോയിരുന്നു. ആ ഹദീസിലുള്ളതിന് വേണ്ടി കഴിഞ്ഞ പേജിൻ്റെ ഹദീസ് കഴിഞ്ഞത്. എന്താ ഹദീസ്? അവിടെ പറഞ്ഞിരുന്നു വാൻ നതത്തയ്യബാന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളെ വിരോധിച്ചു, ആ കാര്യങ്ങൾ എണ്ണി കൊടുത്ത് പറഞ്ഞ് ഞങ്ങൾ സുഗന്ധം ഉപയോഗിക്കലിന് തൊട്ടും വിരോധിച്ചു. കഴിഞ്ഞ 52-ാം പേജിൻ്റെ 5-ാമത്തെ വരി കാണാം. അന്നുമ്മിയത്തിയത്തകാന നുൻഹ അൻ നുഹിദ്ദാല മയ്യത്തിൻ ഫൗക സലാത്തിൻ ലാലാ സൗജിൻ അർബഅത അശ്രിൻ വാശ്ര വാൻ നഖ്തഹില വാൻ നതതയ്യബ വാൻ നൽബസ സൗബൻ മസ്ബൂഹ എന്നുള്ള ഹദീസ്. അതിൽ നതതയ്യബ എന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് തീബ് ഹറാമായത്. അപ്പോൾ തആമിൻ, ഭക്ഷണത്തിലും തീബ് ഉപയോഗിക്കൽ ഹറാമാണ്. അപ്പോൾ കുഹുരിൻ, സുർമയിലും തീബ് ഉപയോഗിക്കൽ ഹറാമാണ്. എങ്ങനത്തെ സുർമ? ഗൈരി മുഹറമിൻ, ഹറാമാക്കപ്പെടാത്ത സുർമ. സുർമന്നെ ഹറാമുണ്ട്, ഇനി ഹറാമല്ലാത്ത സുർമ, അതായത് പിന്നെ കണ്ണിന് എന്തെങ്കിലും രോഗം ബാധിച്ച് അതിന് ചികിത്സാർത്ഥം സുർമ ഇടുകയാണെങ്കിൽ അത് ഹറാമല്ല. അങ്ങനത്തെ സുർമത്തിൽ സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണ്. ഖിയാസനിൽ ബദനി വസൂബി, ബദലിനും സൂബിനും ഉപയോഗിക്കുന്നതാണ് നേരത്തെ ഹദീസിൽ വന്നത്. അതിൻ്റെ മേൽ ഖിയാസാക്കി ഈ ത്വാമിനെയും കുഹലിനെയൊക്കെ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീൻ.